ഹലോ. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് യു എയിൽ വിസിറ്റ് വിസ റൂൾസ് സംബന്ധിച്ച് ഒരുപാട് അപ്ഡേഷൻസ് വരുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ ഏറ്റവും ചെയ്യുന്നവരുണ്ടല്ലോ, 2 months വിസിറ്റ് വിസ കഴിഞ്ഞിട്ട് ഒമാനോ ബഹറിനോ നിയർ ബൈ കൺട്രിയിൽ പോയിട്ട് എക്സിറ്റ് ചെയ്തിട്ട് പുതിയ വിസയിൽ വരുന്ന A2A ഒരു പ്രോസസ്സ്, പിന്നെ അതേപോലെ തന്നെ ഇൻസൈഡ് കൺട്രി 1 month എക്സ്റ്റൻഷൻ്റെ പ്രോസസ്സ്, ഇതൊക്കെ നിലവിൽ സ്റ്റോപ്പായിട്ടുണ്ട്. കാരണം യു എയിൽ വിസിറ്റ് വിസ സംബന്ധിച്ചുള്ള റൂൾസ് കുറച്ചുകൂടെ സ്ട്രിക്റ്റർ ആവുകയാണ്. അപ്പോൾ ഇപ്പോൾ A2Aക്ക് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ അവരുടെ വിസ റിജക്റ്റ് ആവുന്നുണ്ട്. അതേപോലെ ഇമിഗ്രേഷൻ അവരെ തിരിച്ച് ഹോം കൺട്രിയിലേക്ക് അവിടെ നിന്ന് തന്നെ ടിക്കറ്റ് എടുത്ത് മടങ്ങിപ്പോകേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എക്സ്റ്റൻഷന് പോസ്റ്റ് ചെയ്യുമ്പോൾ റിജക്ഷൻസ് വരുന്നുണ്ട്. സോ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് യു എയിൽ വിസിറ്റ് വിസയുടെ അപ്ഡേറ്റ്സ് ഒരുപാട് വരുന്നുണ്ട്. അല്ലെങ്കിൽ റൂൾസ് കുറച്ചുകൂടെ സ്ട്രിക്റ്റർ ആവുകയാണ്. സോ നമുക്കൊരു അപ്കമിങ് വീക്കിൽ എന്താണ് വിസിറ്റ് വിസ സംബന്ധിച്ചുള്ള പുതിയ അപ്ഡേറ്റ്സ്, അതേപോലെ എങ്ങനെയാണ് റൂൾസ് മാറുന്നത്, കാര്യങ്ങളൊക്കെ വരുന്ന ഒരാഴ്ചയിൽ അറിയാനായിട്ട് സാധിക്കും. പിന്നെ അതേപോലെ പുതിയ വിസിറ്റ് വിസ എടുത്ത് വരാൻ നിൽക്കുന്നവർ, നാട്ടിൽ നിന്നോ ഇപ്പോൾ ഹോം കൺട്രിയിൽ നിന്ന് വരാൻ നിൽക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. 2-way റൗണ്ട് ട്രിപ്പ് ടിക്കറ്റ്, അതായത് ഹോം കൺട്രിയിൽ നിന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് തിരിച്ച് അങ്ങോട്ടുമുള്ള 2-way റൗണ്ട് ട്രിപ്പ് ടിക്കറ്റ്, ഇഷ്യൂഡ് ആയിട്ടുള്ള ടിക്കറ്റ് മാൻഡേറ്ററി ആണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഹോട്ടൽ റിസർവേഷനും മാൻഡേറ്ററി ആയിട്ട് കാണിക്കേണ്ടി വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ റിലേറ്റീവ് ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ വാലിഡ് ടെനൻസി കോൺട്രാക്റ്റും അവരുടെ എമറേറ്റ്സ് ID കോപ്പി വെച്ചിട്ട് നിങ്ങൾക്ക് അപ്രൂവൽ വരുന്നുണ്ട്. പക്ഷേ ഏറ്റവും ഉത്തമം നിങ്ങൾ 2-way റൗണ്ട് ട്രിപ്പ് ടിക്കറ്റും ഹോട്ടൽ റിസർവേഷനും കയ്യിലുണ്ടാവുക. അത് വെച്ചിട്ട് വിസിറ്റ് വിസ അപ്ലൈ ചെയ്യുക. അല്ലാത്ത പക്ഷം റിജക്ഷൻസും വരുന്നുണ്ട്. സോ വരുന്ന ദിവസങ്ങളിൽ നമ്മൾ കൂടുതൽ വിസിറ്റ് വിസ സംബന്ധിച്ചുള്ള അപ്ഡേറ്റ് ആയിട്ട് വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ. താങ്ക് യു.